ഹലോ, ഇന്നത്തെ മിനി വ്ളോഗ് ഉച്ചയൂണിൻ്റെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാലക്കാടൻ വെണ്ടയ്ക്കാപ്പുളി. നമ്മുടെ പാലക്കാടുകാർക്ക് നങ്കിമീൻ പുളി അതുപോലെ വെണ്ടയ്ക്കാപ്പുളി അതൊക്കെ ഒരു സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെക്കുന്ന രീതിയിൽ എങ്ങനെയാണ് വെണ്ടയ്ക്കാപ്പുളി വെക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് കേബേജും ക്യാരറ്റും അതുപോലെ തന്നെ കുറച്ച് ബീൻസും കൂടി ഇട്ടിട്ട് തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ തോരനൊക്കെ ഒരു ചെറിയ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ആ പാത്രം തന്നെ കഴുകിയിട്ട് ഞാൻ ഇത്തിരി വെണ്ടയ്ക്കൊക്കെ നോക്കിയിട്ട് ഒന്ന് എണ്ണ ഒഴിച്ചിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്നാലാണ് അതിൻ്റെ നമ്മുടെ ഒരു വഴവഴപ്പൊക്കെ പോകുള്ളൂ. അതിന് ശേഷം നമ്മൾ അതിലോട്ട് തന്നെ കുറച്ച് ഉലുവയും അതുപോലെ തന്നെ കുറച്ച് ചെറിയുള്ളി നിറയെ ഇടാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് അധികം ചെറിയുള്ളി ഇടുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ്. കുറച്ച് ചെറിയുള്ളി അതുപോലെ തന്നെ കുറച്ച് ഉലുവയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇടാം കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് പെരുങ്കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതിനുശേഷം അതൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ വേറൊരു ചട്ടിയിലോട്ട് ഇത് അരച്ചതും അതുപോലെ വെണ്ടയ്ക്ക വഴറ്റിയതും ഒരു തക്കാളിയും കുറച്ച് പുളിയും കൂടി ഒഴിച്ചിട്ട് നന്നായി തിളപ്പിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായി തിളച്ച് വന്നതിന് ശേഷം കുറച്ച് തേങ്ങയും കൂടി അരച്ച് ഒഴിക്കുകയാണെങ്കിൽ കറി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ 2 ദിവസം വെച്ചാൽ നമ്മുടെ വെണ്ടയ്ക്കപ്പുളി ഒന്നും കേട് വരില്ല കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നന്നായിട്ട് നമ്മൾ തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയതിന് ശേഷം തേങ്ങയും കൂടി അരച്ചൊഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കറിയൊക്കെ ഒന്ന് തിളച്ച് സെറ്റാകുന്ന സമയം കൊണ്ട് നമുക്ക് അപ്പമുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കണം കേട്ടോ. അപ്പോൾ തന്നെ ഉള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യണ സമയം കൊണ്ട് തന്നെ നമുക്ക് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കിച്ചണിൽ നിന്ന് ഇറങ്ങാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഒന്ന് അവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ. ആ സമയം കൊണ്ട് ഞാൻ പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ. നന്നായി തിളച്ച് വരുമ്പോഴാണ് നമുക്ക് ആ കറി കേട് കൂടാതെ 2 ദിവസമൊക്കെ ഇരിക്കും കേട്ടോ. വെണ്ടയ്ക്കാപ്പുളി അതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയതിന് ശേഷം നമ്മൾ കറിക്കുള്ള തേങ്ങ അരച്ചൊഴിക്കുക. അപ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ വെണ്ടയ്ക്കാപ്പുളി നല്ല ടേസ്റ്റിലുണ്ടാവും. അതുപോലെ കേട് വരത്തില്ല കേട്ടോ. നമ്മൾ 2 ദിവസം പുറത്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ വെക്കുന്ന വെണ്ടയ്ക്കപ്പുളി കേട് വരില്ല. അതുപോലെ തന്നെ അപ്പോഴേക്കും എൻ്റെ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം തേങ്ങയും കൂടെ അരച്ചൊഴിക്കണം കേട്ടോ. അപ്പോൾ അതിനിടയിൽ കൂടെ അരിയൊക്കെ വെന്തോന്നൊക്കെ നോക്കുന്നുണ്ട്. കുറച്ചുകൂടി ഉപ്പ് വേണം തോന്നിയിട്ട് കറിക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുക്കിംഗ് ഒക്കെ കഴിയുന്ന സമയം കൊണ്ട് തന്നെ എൻ്റെ കിച്ചൻ്റെ ക്ലീനിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഓംലേറ്റ് വേണം പറഞ്ഞു കേട്ടോ കുട്ടികൾ. അപ്പോൾ ഇവർക്ക് വെണ്ടയ്ക്കപ്പുളിയൊക്കെ വെക്കുന്ന സമയത്ത് ഇങ്ങനെ ഓംലേറ്റ് കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ കേബേജ് തോരൊന്നും അവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് കുറച്ച് ഓംലേറ്റും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് മുട്ട പൊരിക്കും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷം എന്താ കടുകൊക്കെ വറവിട്ട് കൊടുത്തു. അതിനുശേഷം ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കി നമുക്ക് ഊണ് കഴിക്കാം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഞങ്ങൾക്ക് വെണ്ടയ്ക്കപ്പുളി അതുപോലെ കേബേജ് തോരനും അതുപോലെ തന്നെ ഓംലേറ്റും കുറച്ച് കൊണ്ടാട്ടം വറുത്തതും കൂടി ആയിരുന്നു കേട്ടോ. നമ്മുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. കമൻറ്റ് കൂടി